മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. രാവിലെ 11 മുതൽ പെരുമ്പാവൂരിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 3-ന് സംസ്കാരവും നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി പൊതുരംഗത്ത് സജീവമായിരുന്നില്ലെങ്കിലും ദീർഘകാലം കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച തലയെടുപ്പുള്ള നേതാവായിരുന്നു പി തങ്കച്ചൻ. നിയമസഭാ സ്പീക്കർ, കൃഷിമന്ത്രി, UDF കൺവീനർ, KPCC അധ്യക്ഷൻ, അങ്ങനെ സുപ്രധാന പദവികളെല്ലാം പല ഘട്ടങ്ങളിലായി അദ്ദേഹത്തെ തേടിയെത്തി. 1939 ജൂലൈ 29-ന് അങ്കമാലിയിലാണ് ജനനം. വിദ്യാർത്ഥി നേതാവായും അഭിഭാഷകനായും നന്നേ ചെറുപ്പത്തിൽ തന്നെ പേരെടുത്തു. 1968 പെരുമ്പാവൂർ നഗരസഭ ചെയർമാനായാണ് പൊതുരംഗത്തേക്കുള്ള പ്രവേശനം. 77 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റ്, 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷം UDF കൺവീനർ. 2004-ൽ K മുരളീധരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ KPCCയുടെ താൽക്കാലിക അധ്യക്ഷൻ. അങ്ങനെ വലത് രാഷ്ട്രീയത്തിലെ സുപ്രധാന പദവികളൊക്കെയും അദ്ദേഹം അലങ്കരിച്ചു. 1982 മുതൽ 96 വരെ പെരുമ്പാവൂർ MLA ആയിരുന്നു. രണ്ടാം AK ആൻ്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രി എന്ന നിലയിലും പ്രവർത്തിച്ചു. 1991-95-ൽ K കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭാ സ്പീക്കറായിരുന്നു. 96-2001-ൽ നിയമസഭയിൽ പ്രതിപക്ഷ ചീഫ് വിപ്പുമായി. കോൺഗ്രസിലെ I ഗ്രൂപ്പിൻ്റെ ശക്തനായ തേരാളിയായിരിക്കുമ്പോഴും എല്ലാ കോൺഗ്രസ് നേതാക്കളുമായി ഗ്രൂപ്പുകൾക്കതീതമായ അടുപ്പം പി തങ്കച്ചനുണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികളുമായുള്ള നല്ല വ്യക്തിബന്ധം എക്കാലവും സൂക്ഷിച്ച നേതാവ് കൂടിയാണ് പി തങ്കച്ചൻ. കോൺഗ്രസിലെ എക്കാലത്തെയും സൗമ്യമുഖമാണ് തങ്കച്ചൻ്റെ വേർപാടിലൂടെ ഇല്ലാതാകുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.